ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇറ്റ്സ് മീ കൺമണി. എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കുറേ ദിവസമായില്ലേ ഒരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ എടുത്തിട്ട്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആണ്. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പായിട്ട് ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ തൊട്ടടുത്തൊരു ബെൽ ബട്ടൺ വരും, അത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഓൾ എന്നൊരു ഓപ്ഷൻ വരും. അതും കൂടെ ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഇനി ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് മിസ് ചെയ്യാതെ കിട്ടത്തുള്ളൂ. അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയാലോ. രാവിലെ തന്നെ ഞാൻ അടുക്കളയിലോട്ട് ചെന്ന് നോക്കുമ്പോൾ കാണുന്ന കാഴ്ച ഇതാണ് കേട്ടോ. അച്ഛൻ അമ്മയെ ഹെൽപ്പ് ചെയ്യാണ്, മീൻ വെട്ടി സഹായിക്കുകയാണ്. അച്ഛൻ അമ്മയെ മാത്രമല്ല കേട്ടോ, ഞാനും എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോഴത്തേക്കിനും ഇതുപോലെ മീനൊക്കെ കൊണ്ടുവരുവാണെന്നുണ്ടെങ്കിൽ മീനൊക്കെ വെട്ടി ഹെൽപ്പ് ചെയ്യാറുണ്ട്. അച്ഛനപ്പം അച്ഛൻ്റെ ജോലി ചെയ്യട്ടെ, നമ്മൾ അച്ഛനെ ഡിസ്റ്റർബ് ചെയ്യേണ്ട ആവശ്യമില്ല. പിന്നെ അതാ അമ്മയും ഇവിടെ ഭയങ്കര ജോലിയിലാണ് കേട്ടോ. രാവിലത്തേക്ക് നമുക്ക് കഴിക്കാനുള്ള കാപ്പി ഉണ്ടാക്കുന്ന തിരക്കിലാണ് അമ്മ എന്തൊക്കെയോ ഉണ്ടാക്കുന്നുണ്ട്, ചായക്കൊക്കെ വെക്കുന്നുണ്ട്. പിന്നെ അത് ഇവിടെ പുട്ടിന് വേണ്ടിയിട്ടാണ് കേട്ടോ റെഡിയാക്കി വെച്ചേക്കുന്നത്. ഇന്ന് നമുക്ക് പുട്ടാണ്. പിന്നെ നന്ദു എന്തോ ആവശ്യത്തിന് വേണ്ടി വന്നതാണ് കേട്ടോ. അവൾ അങ്ങോട്ട് ചുമ്മാ കിടന്ന് അങ്ങനെ അങ്ങ് ഉറങ്ങിപ്പോയെന്ന് തോന്നുന്നു. ഞാൻ അവളെയും വിളിക്കുന്നില്ല. പിന്നെ അതാ ഇപ്പുറത്ത് നമ്മുടെ മിട്ടു ഉറങ്ങാൻ വേണ്ടി കയറിയിട്ടുണ്ട്. ഉറങ്ങുന്നതിന് മുമ്പുള്ള നക്കിക്കുളിയിലാണ് കേട്ടോ ആശാന്. പിന്നെ നമ്മളിതാ ഒരു സ്ഥലം വരെ പോവുകയാണ്. എവിടേക്കാണ് പോകുന്നതെന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാവേ. ഞാനും അച്ഛനും കൂടെയാണ് കേട്ടോ പോകുന്നത്. തൊട്ട് താഴേക്ക് പോകാനാണെങ്കിലും ഹെൽമെറ്റ് ഇല്ലാതെ അച്ഛൻ്റെ വണ്ടി കയറ്റില്ല. എനിക്ക് ഹെൽമെറ്റ് വെക്കുന്നതിന് ബുദ്ധിമുട്ടൊന്നുമില്ല, മുടി പോകുമെന്നോ അങ്ങനെയുള്ള ടെൻഷനൊന്നുമില്ല. പക്ഷേ ഹെൽമെറ്റ് വെച്ചാൽ എനിക്ക് ഭയങ്കരമായിട്ട് തലവേദന എടുക്കും. പിന്നെ ഞാനിപ്പം അവിടെ ഒന്ന് തിരയുന്നുണ്ട്, വേറൊന്നുമല്ല, എനിക്ക് ഇവിടെ നിന്നാണ് കേട്ടോ മിട്ടുവിനെ കിട്ടിയത്. അപ്പം മിട്ടുവിൻ്റെ അമ്മ ഇവിടെയൊക്കെ ഇടയ്ക്ക് ഞാൻ കാണാറുണ്ട്, അതിനെ നോക്കിയതാണ് ഉണ്ടോ എന്ന്. അങ്ങനെ നമ്മൾ വന്ന ആവശ്യത്തിന് വേണ്ടി ഇവിടെ നിൽക്കുവാണ് കേട്ടോ. എന്തിനാ വന്നേന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. വേറൊന്നുമല്ല, അച്ഛൻ പുതിയൊരു വണ്ടി എടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അച്ഛൻ്റെ പഴയ വണ്ടി കുറേ ആയി, ചീത്തയായി. അപ്പം നമുക്ക് വലിയ കയറ്റമില്ലേ, അപ്പോൾ കയറ്റം കയറണമെന്നുണ്ടെങ്കിൽ ആ വണ്ടി കൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. എപ്പോഴും വണ്ടിക്ക് കംപ്ലൈൻറ്റ് കാരണം എപ്പോഴും വണ്ടി പണിയായതുകൊണ്ട് നമ്മളതൊന്ന് മാറാൻ വേണ്ടിയിട്ട് വന്നതാണ് കേട്ടോ. പുതിയ വണ്ടിയൊന്നും അല്ല എടുക്കുന്നത്, സെക്കൻഡ് ഹാൻഡിൻ്റെ വണ്ടി തന്നെയാണ് എടുക്കുന്നത്. അപ്പോൾ അച്ഛൻ്റെ ഫേസിലെ സന്തോഷം കണ്ടോ. കുറേ നാളായിട്ട് അച്ഛൻ്റെ വണ്ടി ഭയങ്കര പണി തന്നുകൊണ്ടിരിക്കുകയായിരുന്നു, കയറ്റം കയറത്തില്ല, അതുപോലെ അങ്ങനെ കുറേ പണികൾ തന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പം വണ്ടി മാറിയപ്പോൾ അച്ഛൻ ഭയങ്കര ഹാപ്പിയായി കേട്ടോ. നമ്മൾ വന്നത് നമ്മുടെ ആദിക്കാട്ടുകുളങ്ങരയുള്ള ആ ഒരു ഷോപ്പിലേക്കാണ്. അവിടെ ഇഷ്ടം പോലെ വണ്ടികളുണ്ടായിരുന്നു കേട്ടോ. സൈക്കിളുകൾ, കുഞ്ഞു സൈക്കിളുകളൊക്കെ ഉണ്ടായിരുന്നു. അതൊന്നും സെക്കൻഡ് ഹാൻഡ് അല്ല, അതൊക്കെ നോർമൽ പുതിയതായിട്ടുള്ള സൈക്കിളൊക്കെ തന്നെയാണ് കേട്ടോ. അല്ലാണ്ട് ഇതുപോലത്തെ ആക്റ്റീവ, പിന്നെ ബൈക്കുകൾ, അങ്ങനെ ഒരുപാട് സെക്കൻഡ് ഹാൻഡിനുള്ള വണ്ടികൾ അവിടെ ഉണ്ടായിരുന്നു. നമ്മളെടുത്ത വണ്ടി ഇതാണ് കേട്ടോ. ഈ ഒരു നീല കളർ വണ്ടിയാണ് നമ്മൾ എടുത്തത്. അങ്ങനെ നമ്മൾ വാങ്ങിച്ച പുതിയ വണ്ടിയിൽ വീട്ടിലേക്ക് പോവാണ് കേട്ടോ. അച്ഛന് ഹാപ്പി, ഞാൻ ഹാപ്പി. അങ്ങനെ ഞങ്ങൾ വീട്ടിലേക്ക് ചെന്ന് കഴിഞ്ഞിട്ട് ഇനിയും കുറച്ച് പണികളുണ്ട്. അച്ഛൻ ഈ വെട്ടുന്ന എന്താണെന്ന് പറഞ്ഞാൽ എനിക്കൊരു വീഡിയോ എടുക്കേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ ആ വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് ഒരു കമ്പ് വേണം. ആ കമ്പിൻ്റെ കാര്യം പറഞ്ഞപ്പോഴത്തേക്കിനും അച്ഛൻ എനിക്ക് കമ്പ് വെട്ടിത്തരികയാണ് കേട്ടോ. ഫുൾ സപ്പോർട്ടുള്ള ഫാമിലിയാണ് ഞങ്ങളുടേത്. നമ്മൾ എന്തെങ്കിലും ഒരു ആവശ്യം പറഞ്ഞു കഴിയുമ്പോഴത്തേക്കിനും നമ്മുടെ കൂടെ നിൽക്കുന്ന അച്ഛനും അമ്മയൊക്കെയാണ്. അപ്പോൾ ഇനി ഉച്ച കഴിഞ്ഞ് വീഡിയോ എടുപ്പുണ്ട്. അങ്ങനെ നമുക്ക് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ക്യാമറാമാൻ വന്നു. പിന്നെ എൻ്റെ കൂടെ പെയറായിട്ട് വീഡിയോ എടുക്കുന്ന ആളും വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ കുറച്ച് പോർഷൻ നമ്മുടെ വീട്ടിൻ്റെ ഉള്ളിൽ വെച്ചിട്ടാണ് കേട്ടോ എടുത്തത്. അത് ഫുള്ളല്ല, നമ്മുടെ പകുതി വരെ മതിയായിരുന്നു. ഫേസ് ആ ഒരു എക്സ്പ്രഷൻ കിട്ടുന്ന ഒരു പോർഷനേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അത് നമ്മൾ വീട്ടിൽ വെച്ചാണ് കേട്ടോ ഷൂട്ട് ചെയ്തത്. നമ്മളിപ്പോൾ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് ARM മൂവിയിലെ കിളിയെ തത്തക്കിളിയാ പാട്ടില്ലേ, അതിൻ്റെ കുറച്ച് പോർഷനുകളാണ് കേട്ടോ. നമുക്ക് 2-3 ദിവസം മുമ്പ് മുതലേ കുറേ റെഫറൻസ് ഉണ്ടായിരുന്നു. ഞങ്ങൾ കുറേ റെഫറൻസ് നോക്കി വെച്ചിട്ടുണ്ടായിരുന്നു, അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം എന്നൊക്കെ. എൻ്റെ കൂടെ വീഡിയോ എടുക്കുന്ന ആൾ കായംകുളത്തുനിന്ന് വരുന്നതാണ് കേട്ടോ. നമ്മൾ പരിചയപ്പെടുന്നത് ഇൻസ്റ്റാഗ്രാം വഴിയാണ്. ആദ്യമായിട്ട് ഒരു വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ കോണ്ടാക്ട് ചെയ്യുന്നത്. അന്ന് നമ്മൾ ഫോണിലായിരുന്നു ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. ആദ്യമായിട്ടാണ് ക്യാമറയിൽ ഞങ്ങൾ രണ്ടും കൂടെ ഷൂട്ട് ചെയ്യുന്നത്. നമ്മൾ ഉദ്ദേശിച്ച പോലെ തന്നെ നമുക്ക് ആദ്യത്തെ പോർഷനൊക്കെ എടുത്തു തന്നിട്ടുണ്ടായിരുന്നു. ഞങ്ങൾക്ക് എന്തായാലും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പിന്നെ ഇനിയും കുറേ പോർഷനുകൾ എടുക്കാനുണ്ട്. അത് നമുക്ക് ഔട്ട്ഡോറാണ് കേട്ടോ. ആകെ ഇൻഡോർ ഉണ്ടായിരുന്നത് ഈ ഒരു പോർഷൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അത് നമ്മൾ ആ ഒരു ഭാഗത്ത് നിന്ന് അഡ്ജസ്റ്റ് ചെയ്ത് നമ്മുടെ ഫേസ് പോർഷൻ മാത്രമേ കിട്ടുന്നുള്ളത് കൊണ്ട് അവിടെ നിന്ന് അഡ്ജസ്റ്റ് ചെയ്തായിരുന്നു ഞങ്ങൾ എടുത്തിട്ടുണ്ടായിരുന്നത്. ഇത് എടുത്ത് തീർത്തിട്ട് വേണം നമുക്ക് പുറത്ത് പോയി കുറച്ച് ഷൂട്ട് ചെയ്യാനുണ്ട്. ഈ ഒരു ഡ്രസ്സിൽ തന്നെ പുറത്ത് പോയി ഷൂട്ട് ചെയ്തിട്ട് അത് കഴിഞ്ഞ് വീണ്ടും തിരിച്ച് വീട്ടിൽ വന്നിട്ട് ഈ ഡ്രസ്സ് മാറിയിട്ട്
പിന്നെ വീണ്ടും പുറത്തു പോകണം. അങ്ങനെ വീട്ടിൽ വെച്ചുള്ള പോർഷനൊക്കെ എടുത്തു കഴിഞ്ഞ് പിന്നെ നമ്മൾ നേരെ താഴേക്ക് പോയി. നമ്മുടെ കനാലിൻ്റെ അവിടെ ഒരു വീടുണ്ടായിരുന്നു കേട്ടോ, നമ്മുടെ അറിയാവുന്ന തന്നെയാണ്. അപ്പോൾ ആ വീടിൻ്റെ അവിടെ ഒരു പഴയ കാല അറ്റ്മോസ്ഫിയർ ഉണ്ടായിരുന്നു. നമുക്ക് പടി കയറി വരുന്നൊരു സീനുണ്ടല്ലോ, അതെടുക്കാൻ വേണ്ടി നമ്മൾ അവിടെയാണ് കുറച്ച് ഷൂട്ട് ചെയ്തത്. പിന്നെ നമ്മൾ ഇവിടെ ക്ലബിൻ്റെ പ്രോഗ്രാം വരുമ്പോഴത്തേക്കിനും നമ്മൾ സ്റ്റേജ് കെട്ടുന്നതിൻ്റെ ആ ഒരു ഭാഗത്ത് കുറച്ച് പച്ചപ്പൊക്കെ ഉള്ളതുകൊണ്ട് നമ്മൾ വിചാരിച്ചു ഇനിയും കുറച്ച് അവിടെ നിന്ന് എടുക്കാമെന്ന്. റോഡ് സൈഡിൽ തന്നെയാണ് കേട്ടോ. ഇവിടത്തെയും കൂടെ ഷൂട്ട് ചെയ്ത് മാറ്റിയിട്ട് വേണം വീട്ടിൽ പോയി ഡ്രസ്സ് മാറ്റി പിന്നെ നമ്മൾ ഷൂട്ട് ചെയ്യാൻ പോകുന്നത് മറ്റേ കരിങ്ങാലിപ്പുഞ്ചയില്ലേ, കരിങ്ങാലിപ്പുഞ്ചയിലാണ് ബാക്കി പോർഷനൊക്കെ ഷൂട്ട് ചെയ്യാൻ വിചാരിച്ചേക്കുന്നത്. ഇതിൻ്റെ ഉള്ളിൽ ഭയങ്കര മറ്റേ കൊണ്ട് കയറുന്ന പുല്ലില്ലേ, ആ പുല്ലായിരുന്നു. അങ്ങനെ ഞങ്ങൾ അഡ്ജസ്റ്റ് ചെയ്ത് കയറി നിന്ന് അവിടുത്തെ ഉള്ളതൊക്കെ ഷൂട്ട് ചെയ്തിട്ട് പിന്നെ നമ്മൾ വീട്ടിൽ വന്ന് ഫുഡൊക്കെ കഴിച്ചിട്ട് പിന്നെ നമ്മൾ നേരെ കരിങ്ങാലിപ്പുഞ്ചയിലേക്കാണ് കേട്ടോ പോയത്. അവിടെ പോയി കുറേ പോർഷനൊക്കെ നമ്മൾ ഷൂട്ട് ചെയ്തു. അവിടെ നല്ല വെയിലായിരുന്നു. കൺമണി ഉള്ള ആകെയുള്ള 2 കേക്ക് കഷ്ണവും എടുത്ത് കഴിച്ച് ഇനി ഒന്നുമില്ല. ഇന്ന് പാത്രം ഇനി ബാക്കി കഴിവോന്ന് അറിയത്തില്ല കേട്ടോ ഗൈസ്. പാത്രം കാലിയാക്കി ഗൈസ്. ഓട്ടെ അല്ല നടത്താൻ വേണ്ടേ. എൻ്റെ കഷ്ടപ്പാട് നിങ്ങൾ നോക്കണം. ഇനി നമ്മൾ നമ്മുടെ ലാസ്റ്റ് പോർഷനാണ് ഷൂട്ട് ചെയ്യാൻ പോകുന്നത്. മറ്റേ ആ കമ്പ് വെച്ചിട്ടുള്ള ഒരു സീനില്ലേ, ആ സീനാണ് കേട്ടോ ഷൂട്ട് ചെയ്യാൻ പോകുന്നത്. ഈ ഒരു പോർഷനോട് എടുത്തു കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾ ഉദ്ദേശിച്ച പോലെ കാര്യങ്ങളൊക്കെ ആവും. കാരണം ഞങ്ങൾ എങ്ങനെയാണോ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന പോലെ എല്ലാം ഞങ്ങൾ എടുത്തിട്ടുണ്ട്. അതിനെയും എത്രത്തോളം സക്സസ് ആവുമെന്ന് അറിയത്തില്ല. ഇതിന് മുമ്പത്തുള്ള കുറേ പോർഷനുകളൊക്കെ ഞങ്ങൾ വേറെ സ്ഥലങ്ങളിൽ നിന്ന് എടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അതെടുത്തു തരാൻ ഞങ്ങൾക്ക് കാര്യമില്ലായിരുന്നു. ഒന്നാമത്തെ കാര്യം ഞങ്ങൾ 3 പേരേ ഉള്ളായിരുന്നു. ഞങ്ങൾക്ക് BTS എടുത്തു തരാൻ ഞങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ ആരുമില്ലായിരുന്നു. 2 പേര് ഞങ്ങൾ അഭിനയിക്കണം, 3-ാമത്തെ ആൾ ക്യാമറ കൺട്രോൾ ചെയ്യണം. പിന്നെ ഞങ്ങൾക്ക് BTS എടുത്തു തരാൻ ആരുമില്ലായിരുന്നു ഗൈസ്. ഈ ഒരു ഭാഗം എത്തിയപ്പോഴത്തേക്കിനും അവിടെ അങ്ങനെ എൻ്റെ ഫോൺ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റിയൊരു സ്ഥലം കണ്ട്, അതായത് ഒരു കല്ലൊക്കെ എടുത്ത് വെച്ച് ആ കല്ലിൻ്റെ അത് ചാരി ഫോണൊക്കെ വെച്ച് അങ്ങനെയാണ് കേട്ടോ ഈ ഒരു ഭാഗം ഷൂട്ട് ചെയ്തേക്കുന്നത്. കാര്യങ്ങളൊന്നും നമ്മൾ വിചാരിക്കുന്ന പോലല്ല, നിസ്സാര കാര്യമല്ല. വെറും 1 മിനിറ്റേക്ക് വേണ്ടിയിട്ടുള്ള ഒരു സോങ് ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഒരു ഡേ ഫുള്ള് സ്പെൻഡ് ചെയ്ത്. അപ്പോൾ ഈ സിനിമയൊക്കെ ഇതുപോലെ ഫുള്ളാക്കി ഇറക്കി കഴിയുമ്പോഴത്തേക്കിനും അവരുടെ ഒരു കഷ്ടപ്പാട്, അത് ഹിറ്റായില്ലെന്നുണ്ടെങ്കിൽ അവരുടെ ഒരു മാനസികാവസ്ഥയൊക്കെ ഇപ്പം എനിക്ക് മനസ്സിലാവുന്നുണ്ട്. കാരണം കാണുന്നവർക്ക് ചിലപ്പം ഇത് ഒരു നിസ്സാര കാര്യമായിരിക്കാം, പക്ഷേ അതിൻ്റെ പിന്നിലൊരു വൻ കഷ്ടപ്പാടുണ്ടെന്ന് എനിക്കിപ്പോഴാണ് കേട്ടോ മനസ്സിലായത്. നമ്മൾ ഈ ഒരു വീഡിയോ ഇട്ട് കഴിയുമ്പോഴത്തേക്കിനും അതിൽ നിന്ന് നമ്മൾ വിചാരിച്ച അത്രയും ഒരു റെസ്പോണ്ട് കിട്ടിയില്ലെന്നുണ്ടെങ്കിൽ അത് ഭയങ്കര വിഷമമായിരിക്കും. ഒന്നാമത്തെ കാര്യം, നമ്മൾ ഇത്രയും എഫേർട്ടൊക്കെ എടുത്ത് നമ്മൾ ഒറ്റയ്ക്കാണ് ചെയ്യുന്നത്, അല്ലെങ്കിൽ നമ്മുടെ ഫോണിൽ തന്നെ ട്രൈപോഡോ എന്തെങ്കിലും വെച്ച് നമ്മൾ ചുമ്മാ ഒരിടത്ത് നിന്ന് ഒറ്റയ്ക്കാണ് ചെയ്യുന്നതെങ്കിൽ അത് റീച്ച് ആയില്ലെങ്കിലും കൂടുതൽ റെസ്പോണ്ടൊന്നും കിട്ടിയില്ലെങ്കിലും നമുക്കധികം വിഷമം വരത്തില്ല. നമ്മൾ അധികം എഫേർട്ട് ഇടുന്നില്ലല്ലോ. പക്ഷെ നമ്മൾ എഫേർട്ട് ഇട്ടൊരു കാര്യം ചെയ്യുമ്പോഴത്തേക്കിനും അതിന് നമ്മൾ ഇട്ട എഫേർട്ടിൻ്റെ പകുതി റിസൾട്ടെങ്കിലും കിട്ടിയില്ലെങ്കിൽ അത് നമ്മളെ ഭയങ്കരമായിട്ട് എഫക്റ്റ് ചെയ്യും. കാരണം നമുക്ക് ഭയങ്കര വിഷമമാവും. എനിക്കാണെങ്കിൽ ഭയങ്കര എക്സ്പെക്റ്റേഷൻ ഉണ്ട് കേട്ടോ. ഞാനാണെങ്കിൽ ഭയങ്കര നമുക്ക് ഭയങ്കര ഒരു ഇതില്ലേ, ആ ഒരു ഇതിലാണ് ഞാൻ ഈ വീഡിയോ ഒക്കെ എടുക്കുന്നത്. നല്ലൊരു റിസൾട്ട് വരും, നല്ല റെസ്പോണ്ട് വരും എന്നുള്ള ആ ഒരു ഇതിലാണ് ഞാൻ എടുക്കുന്നത്. പിന്നെ നമുക്ക് പറയാൻ പറ്റില്ലല്ലോ, അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടം, കാണുന്നവരുടെ ഇഷ്ടമല്ലേ. നമ്മൾ കഷ്ടപ്പെട്ട് എന്ന് പറഞ്ഞിട്ട് മറ്റുള്ളവർക്ക് അത് ഇഷ്ടപ്പെടണമെന്നില്ലല്ലോ. നമ്മൾ ഇന്നത്തെ വെയിൽ മൊത്തം കൊണ്ട് അവിടെ ഞങ്ങൾ ചെന്ന സമയത്ത് നല്ല വെയിലായിരുന്നു കേട്ടോ. അതുകൊണ്ട് നമുക്ക് ചില ഭാഗങ്ങളിൽ നിന്നൊന്നും ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല. ഒന്നാമത്തെ കാര്യം, വെയിൽ ആകുമ്പോഴത്തേക്കിനും ലൈറ്റ് അതിന് ചേഞ്ച് വരുമല്ലോ. അപ്പോൾ ക്യാമറയിൽ എടുക്കുമ്പോഴത്തേക്കിനും നമ്മുടെ ഫേസിൽ അങ്ങനെ എന്തെങ്കിലും ഒരിത് വരും. അതുകൊണ്ട് അവിടെ നിന്ന് മാറും, പിന്നെ വേറൊരു പോർഷനിൽ പോവും, അവിടെ ചെല്ലുമ്പോൾ എന്തെങ്കിലും ഒരിത് കാണും. അങ്ങനെ പിന്നെ നമ്മൾ ഫസ്റ്റ് ഇവിടെ വന്നപ്പോൾ ഇവിടെ കുറേ ആൾക്കാരുണ്ടായിരുന്നു. അവിടുത്തെ പിള്ളേർ സെറ്റൊക്കെ കുറേ പേരുണ്ടായിരുന്നു. പിന്നെ നമ്മൾ വേറൊരു സ്ഥലത്ത് പോയി അവിടുത്തെ കുറച്ച് വീഡിയോ എടുത്തിട്ട് തിരിച്ച് വന്നപ്പോഴത്തേക്കിനും ഈ ഒരു ഏരിയയിലെങ്ങും ആൾക്കാരില്ലായിരുന്നു. അങ്ങനെ നമ്മൾ ഈ ഒരു ഏരിയയിൽ നിന്ന് ഈ ഒരു ഭാഗം കൂടെ ഷൂട്ട് ചെയ്യുകയാണ്. ഇതുകൂടെ കഴിഞ്ഞാൽ പിന്നെ ഇല്ല, നമ്മൾ നേരെ വീട്ടിലേക്ക് പോവുകയാണ്.
പക്ഷേ ഈ ഒരു ഭാഗം കുറച്ച് പാടായിരുന്നു. ഒന്നാമത്തെ കാര്യം അവൻ ആ കമ്പ് വെച്ചാക്കാനുള്ളത് അത്രയ്ക്ക് അങ്ങോട്ട് അറിയത്തില്ലായിരുന്നു. അതിങ്ങനെ ജസ്റ്റ് ആ ഒരു സമയത്താണ് അതാക്കി നോക്കുന്നത് തന്നെ. പക്ഷേ ആ ഒരു ചെറിയ സമയം കൊണ്ട് അവനത് പഠിച്ചെടുത്ത് ഒരു ചെറിയ പോർഷനേ ഉള്ളൂ. എന്നാൽ പോലും നമ്മളത് ചെയ്യുമ്പോഴത്തേക്കിനും കുറച്ച് നല്ലതായിട്ട് വൃത്തിക്കും വെടിപ്പിനും ഒക്കെ ചെയ്യണമല്ലോ. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് അത് ഷൂട്ട് ചെയ്തു. പിന്നെ അതിൻ്റെ കുറച്ച് സ്റ്റിൽസ് എടുത്തു. പിന്നെ വീട്ടിലേക്ക് പോയി. 5 മണിയൊക്കെ ആയപ്പോഴാണ് കേട്ടോ വീട്ടിലെത്തിയത്. അത് കഴിഞ്ഞ് രാത്രി ആയപ്പോഴത്തേക്കിനും അമ്മ ഇവിടെ സീരിയൽ കാണുവാണ് കേട്ടോ. അമ്മയാണെങ്കിൽ കേരളയും അതുപോലെ തന്നെ ഏഷ്യാനെറ്റും മാറി മാറി വിൽക്കും. രണ്ടിലെയും സീരിയൽ അമ്മ ഒരെണ്ണത്തിൽ പരസ്യം വരുമ്പോൾ ഒരെണ്ണം കാണും, മറ്റേതിൽ പരസ്യം വരുമ്പോൾ ഇത് കാണും. അങ്ങനെയാണ് കേട്ടോ കാണുന്നത്. പക്ഷേ ഞാനാണെങ്കിൽ കാണുന്ന സമയത്ത് ഞാൻ കേരളയാണ് ഫുൾ ടൈം ഓണാക്കിയിടുന്നത്. പിന്നെ അത് ആ മിട്ടു ഇവിടെ നിന്ന് ഭയങ്കര ഉറക്കമാണ് കേട്ടോ. ഇതിങ്ങനെ കണ്ടുകൊണ്ടിരുന്നപ്പോഴത്തേക്കിനും എനിക്ക് എന്തെങ്കിലും തിന്നാനൊരു ചെറിയൊരു പോതി. അപ്പം ഞാൻ അവിടെ പോയി നോക്കിയപ്പോൾ തിന്നാനെങ്ങും ഒന്നുമില്ല. പിന്നെ ഫ്രിഡ്ജിൽ നോക്കിയപ്പോൾ ഉണ്ട് കമ്പിളി നാരങ്ങ ഇരിക്കുന്നു. നമ്മളിതിന് കമ്പിളി നാരങ്ങ എന്നാണ് കേട്ടോ പറയുന്നത്. നിങ്ങളിതിന് എന്താ പറയുന്നതെന്ന് വെച്ചാൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. ഇതിൻ്റെ കൂടെ കഴിക്കാനായിട്ട് ഞാൻ ഉപ്പ് എടുത്തിട്ടുണ്ട്. മുളകും കൂടെ ചേർത്ത് കഴിക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും. പക്ഷേ എനിക്ക് എരിവിനോട് അത്രയ്ക്ക് താല്പര്യമില്ല. അതുകൊണ്ട് ഞാൻ ഉപ്പ് മാത്രമേ എടുത്തുള്ളൂ. എന്നിട്ട് നമ്മൾ ആ കമ്പിളി നാരങ്ങയുടെ ആ ഒരു അല്ലിയിലൊക്കെ ഇങ്ങനെ ഉപ്പ് തേച്ച് കൊടുക്കണം. ഉപ്പ് തേച്ച് കൊടുത്തിട്ട് എന്നിട്ട് വേണം കഴിക്കാൻ. ചിലർ ഞാൻ കണ്ടിട്ടുണ്ട് ഇത് ഒരു പാത്രത്തിലേക്ക് ഇളക്കിയിട്ടിട്ട് അതിൻ്റെ അകത്ത് ഉപ്പും ഇട്ട് മുളകും ഇട്ട് പുരട്ടി അങ്ങനെ കഴിക്കും. എനിക്ക് അതിനുള്ള ക്ഷമയൊന്നുമില്ലായിരുന്നു. ഇതാകുമ്പോൾ ഉപ്പ് തേച്ചിട്ട് അങ്ങനെ കടിച്ചെടുത്തങ്ങ് കഴിച്ചാൽ മതിയല്ലോ. മറ്റേതിന് ഇളക്കിയിടണം, പിന്നെ ഉപ്പ് പുരട്ടണം, അത് പിന്നെ ഭയങ്കര പണിയല്ലേ. പക്ഷേ ഇത് അടിപൊളിയാണ് കേട്ടോ. ഞങ്ങൾ സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത്, അതായത് 4ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന സമയത്ത് നമ്മൾ സ്കൂളിൽ പോകുന്നതിൻ്റെ അവിടെ ഒരു കമ്പിളി നാരങ്ങയുള്ള വീട്ടിൽ അവർ കമ്പിളി നാരങ്ങ കട്ട് ചെയ്ത് 2 രൂപയ്ക്കൊക്കെ വിൽക്കുമായിരുന്നു. അതൊക്കെ വാങ്ങിയ കാലം ഞാനിപ്പോൾ ഓർക്കുന്നു. പിന്നെ അത് ആ മണ്ണ് മിട്ടുവിന് അപ്പിടാനും മുള്ളാനും ഒക്കെ വേണ്ടിയിട്ട് ഞാൻ അതിലോട്ട് എടുത്ത് വെക്കേണ്ട താമസം. അങ്ങോട്ട് കുടഞ്ഞിട്ടപ്പോഴത്തേക്കിനും കയറി വന്ന് മാന്തുക മുള്ളാൻ വേണ്ടിയിട്ട്. ഈ മിട്ടു ഈ പാത്രത്തിൽ ഇങ്ങനെ മണ്ണിട്ട് കൊടുത്ത് അങ്ങനെ മുള്ളുകയും അപ്പിയിടുകയും ചെയ്യാൻ തുടങ്ങി. പിന്നെ വെളിയിൽ പോത്തേയില്ല. ഇത്രയും നേരം പിടിച്ചു വെച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. എന്നിട്ട് ഞാൻ ആ മണ്ണിടുന്ന സൗണ്ട് കേട്ടപ്പം ചാടി വന്ന് അതിൽ കയറിയിരുന്നു. അച്ഛൻ ഇവിടെ ഫോൺ കളിയാണ് കേട്ടോ. അമ്മ പിന്നെ സീരിയലെല്ലാം ടി വിയിലെ കണ്ട് തീർത്തിട്ട് പിന്നെ ഫോണിൽ സീരിയൽ കാണുവാണ് കേട്ടോ. ഞാൻ ഉറങ്ങാൻ കയറിയേക്കാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ ദിവസവും വളരെ ഗംഭീരമായിട്ട് കടന്നുപോയി. ഞാൻ വെളിയിൽ കൊണ്ട് ആ ഇതിലോട്ട് മണ്ണിടാൻ പോയപ്പോഴേ വന്ന് വെളിയിലെങ്ങും പോവാതെ അതിൽ കയറി മുള്ളി. ഇപ്പം വീണ്ടും അതിൽ കയറി മുള്ളാൻ തുടങ്ങുവാണെന്ന് തോന്നുന്നു. അപ്പോൾ മിട്ടു അതൊക്കെ കഴിഞ്ഞിട്ട് വരും. എല്ലാവർക്കും ഇന്നത്തെ ഒരു വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഇന്നത്തെ ഒരു ഡേ ഇൻ മൈ ലൈഫ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണേ, സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ അടുത്തൊരു വീഡിയോയിലൂടെ കാണുന്നതോടെ വരെ എല്ലാവർക്കും ബൈ ബൈ.